ജന്മാന്തര പാപങ്ങളെ വെടിഞ്ഞ് മോക്ഷപ്രാപ്തിക്കായി ഹിന്ദുമത വിശ്വാസികൾ സന്ദർശിക്കുന്ന 4 ധാമങ്ങളിലൊന്നായ പുരി ജഗന്നാഥ ക്ഷേത്രം രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒഡീഷ സംസ്ഥാനത്തിലായി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ദ്വാരക, വടക്ക് ബദരിനാഥ്, തെക്ക് രാമേശ്വരം എന്നിവയാണ് ചതുർധാമങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റു ക്ഷേത്രങ്ങൾ. ശ്രീകൃഷ്ണൻ്റെ ഹൃദയം കുടികൊള്ളുന്ന ഇടം, കാറ്റിന് എതിർദിശയിലേക്കായി വീശുന്ന കൊടി, നിഴലിനെ സൃഷ്ടിക്കാത്ത പ്രധാന ക്ഷേത്രം, വിഗ്രഹമാറ്റ ചടങ്ങിൽ സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടുന്ന പൂജാരിമാർ, ദിവസവും ഒരേ അളവിൽ പാചകം ചെയ്താലും തികയുന്ന പ്രസാദം, ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ പോലും പ്രസാദം മിച്ചം വരുന്നതുമില്ല. ഇത്തരത്തിലെല്ലാം നിരവധി അത്ഭുതങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം. മുസ്ലിം വിശ്വാസിയായിരുന്ന ഒരു സൈനികൻ പുരി ജഗന്നാഥൻ്റെ പരമഭക്തനായി മാറിയതിന് പിന്നിലെ സംഭവ കഥകളും ഈ ക്ഷേത്രത്തിൻ്റെതായി പ്രചരിക്കുന്ന നിഗൂഢതകളുടെ പിന്നിലെ കാരണങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമമായ പുണ്യത്തെ നൽകുന്നതാണ് പുരി ജഗന്നാഥ ദർശനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലരാമൻ ഇവരുടെ സഹോദരി സുഭദ്രാദേവി എന്നിവർ പ്രധാന പ്രതിഷ്ഠകളായി വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. വേറിട്ട നിരവധി ചടങ്ങുകളെ പിന്തുടരുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ വിഗ്രഹങ്ങളെ മാറ്റുന്ന ചടങ്ങിനെ നവകളേബര എന്ന് അറിയപ്പെടുന്നു. പുതിയ ശരീരം എന്നതാണ് ഈ ഒഡിയ വാക്കിൻ്റെ അർത്ഥം. 8, 12, 19 വർഷങ്ങളുടെ ഇടവേളകളിലായി ഇവിടെ പ്രധാന വിഗ്രഹങ്ങളെ മാറ്റും. ഇതിനോടൊപ്പം തന്നെ ബ്രഹ്മപദാർത്ഥമായ നീലമാധവം പുതിയ കൃഷ്ണ വിഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. രാത്രി കാലത്ത് നടക്കുന്ന ഈ ചടങ്ങിനായി നീലാദ്രി എന്ന പേരിലും അറിയപ്പെടുന്ന പുരി നഗരത്തിൻ്റെ മുഴുവൻ വെളിച്ചവും അണയ്ക്കുന്നു. നീലമാധവത്തെ പഴയ വിഗ്രഹത്തിൽ നിന്നും പുറത്തെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന പൂജാരിമാരുടെ കണ്ണുകളും മൂടിക്കെട്ടുന്നു. അതീവ വിശിഷ്ടമായ ഒരു സാളഗ്രാമമായാണ് ഈ ബ്രഹ്മപദാർത്ഥത്തെ കരുതി വരുന്നത്. അതീവ ശക്തിയുള്ള ഇതിൽ നിന്നും പുറപ്പെടുന്ന കിരണങ്ങളെ താങ്ങാൻ മനുഷ്യനേത്രങ്ങൾക്ക് കഴിവില്ലെന്നും അതിനാലാണ് കണ്ണുകൾ മറയ്ക്കുന്നതിനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പുതിയ വിഗ്രഹങ്ങളെ കൊത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തടി തിരഞ്ഞെടുക്കുന്നതിനും ചില രീതികളുണ്ട്. ആര്യവേപ്പിൻ തടിയിലാണ് ഇവിടുത്തെ വിഗ്രഹങ്ങളുടെ നിർമ്മാണം. പൂജാരിക്ക് ലഭിക്കുന്ന സ്വപ്ന ദർശനം അനുസരിച്ചാണ് വിഗ്രഹത്തിന് യോജിച്ച തടി എവിടെയാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കുക. ശംഖ്, ഗദ, ചക്രങ്ങൾ ചിഹ്നങ്ങളായി വരുന്നതും സർപ്പത്തിൻ്റെ വാസം സമീപത്ത് ഉള്ളതുമായ ഒരു വേപ്പ് വൃക്ഷത്തെയാണ് കൃഷ്ണ വിഗ്രഹം കൊത്താനായി തിരഞ്ഞെടുക്കുക. പക്ഷികളുടെ കൂടുകളില്ലാത്തതും മറ്റൊരു വൃക്ഷത്തിൻ്റെ നിഴൽ വീഴാത്തതും ശിവക്ഷേത്രം സമീപത്തായി ഉള്ളതും 4 ശിഖരങ്ങളുള്ള ലക്ഷണം ഒത്തതുമായ ഒരു വൃക്ഷത്തെ കണ്ടെത്തുന്നതോടെ അതിനെ കൃഷ്ണ വിഗ്രഹ നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കും. ഇത്തരത്തിൽ തന്നെ മറ്റു 2 വിഗ്രഹങ്ങളെ കൊത്തിയെടുക്കുന്ന വൃക്ഷങ്ങൾക്കും വ്യക്തമായ അടയാളങ്ങളും പ്രത്യേകതകളും ഉണ്ടായിരിക്കണം. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ വൃക്ഷങ്ങളെ തിരഞ്ഞെടുത്ത ശേഷം ഇവയെ ആചാരപരമായി മുറിച്ചെടുക്കും. തുളസി വനമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പഴയ വിഗ്രഹങ്ങളും പുതിയ വിഗ്രഹങ്ങളും ഇവിടേക്കാണ് കൊണ്ടുവരിക. തുടർന്ന് പഴയ വിഗ്രഹങ്ങളിൽ നിന്നും പുതിയതിലേക്ക് ശക്തിയെ ആവാഹിച്ചെടുക്കുന്നു. സാളഗ്രാമം വഴിയാണ് ചൈതന്യത്തിൻ്റെ ആവാഹനം നടത്തുക. പഴയ വിഗ്രഹങ്ങളെ പിന്നീട് അതീവ ശ്രദ്ധയോടെയും ആദരവോടെയും കോയിൽ വൈകുണ്ഠത്തിന് സമീപത്തായി മറവ് ചെയ്യുന്നു. 19 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2015 അവസാനമായിട്ട് ഈ ചടങ്ങ് നടത്തിയത്. അന്ന് 30 ലക്ഷത്തിലധികം ഭക്തരാണ് ഈ ചടങ്ങിനെത്തിയത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ശില്പികൾക്കാണ് 21 ദിവസം നീളുന്നതും കൃത്യമായ അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതും അതീവ രഹസ്യമായി നടത്തുന്നതുമായ പുതിയ വിഗ്രഹങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ചുമതല. ശ്രീകൃഷ്ണൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന് ഇവിടം അറിയപ്പെടുന്നതിന് പിന്നിലും ചില ഐതിഹ്യ കഥകൾ നിലനിൽക്കുന്നു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ജര എന്ന വേടൻ്റെ അമ്പിനാൽ മരണപ്പെട്ട കൃഷ്ണൻ്റെ ഭൗതിക ശരീരത്തെ അർജുനൻ ദഹിപ്പിച്ചപ്പോൾ കൃഷ്ണൻ്റെ ഹൃദയം മാത്രം പഞ്ചഭൂതങ്ങളിൽ ലയിക്കാതെ നീലപ്രകാശം പുറപ്പെടുവിച്ച് ചിതയിൽ അവശേഷിച്ചു എന്നും ആ കൃഷ്ണഹൃദയത്തെ അർജുനൻ നദിയിലേക്ക് ഒഴുക്കിയെന്നുമാണ് വിശ്വാസം. ആയിരക്കണക്കിന് വർഷങ്ങൾ കടലിലൂടെ ഒഴുകിയ കൃഷ്ണഹൃദയം കട്ടിയുള്ള അവസ്ഥയിലാവുകയും ഒടുവിൽ ഒഡീഷയിൽ എത്തപ്പെടുകയും ചെയ്തു. ഇതിനെ ലഭിച്ച വിശ്വാസു എന്നൊരു യുവാവ്
തൻ്റെ ഗുഹയിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണഹൃദയത്തെപ്പറ്റി അന്നത്തെ ഒറീസ രാജാവ് ഇന്ദ്രദുമനന് മഹാവിഷ്ണു ഒരു സ്വപ്ന ദർശനം നൽകി. കടൽ തീരത്ത് നിന്ന് ലഭിക്കുന്ന തടിയിൽ വിഗ്രഹം നിർമ്മിച്ച് വിശ്വാസുവിൻ്റെ പക്കലുള്ള കൃഷ്ണഹൃദയത്തെ അതിൽ പ്രതിഷ്ഠിക്കണം എന്നതായിരുന്നു ആവശ്യം. വിഗ്രഹം നിർമ്മാണത്തിനായി ദൗത്യം ഏൽപ്പിച്ച ശില്പികൾക്കൊന്നും തന്നെ തടിയെ കൊത്തിയെടുക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ദൗത്യം ഏറ്റെടുക്കാനായി വന്ന യുവശില്പി ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുക ഉണ്ടായി. നിർമ്മാണത്തിനായി 21 ദിവസം വേണം. ഇതിനിടയിൽ ആരും ശല്യപ്പെടുത്താനും പാടില്ല. പക്ഷേ ഈ വ്യവസ്ഥ രാജപത്നിയുടെ അക്ഷമ കാരണം ലംഘിക്കപ്പെട്ടു. ഒരാഴ്ച പിന്നിട്ടതോടെ നിർമ്മാണം നടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു നോക്കിയതോടെ ശില്പി അപ്രത്യക്ഷനായി. ശ്രീകൃഷ്ണൻ, ബലരാമൻ, സുഭദ്ര എന്നിവരുടെ പൂർത്തിയാകാത്ത 3 വിഗ്രഹങ്ങളാണ് അകത്തുണ്ടായിരുന്നത്. ഇതിനാലാണത്രേ ഈ ക്ഷേത്രത്തിലെ മൂർത്തികൾക്ക് കൈകളില്ലാത്ത നിലയിൽ കാണുന്നത്. നീലമാധവം ആകട്ടെ പൂർത്തിയാകാത്ത കൃഷ്ണവിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. വിഷ്ണു തന്നെയാണ് വേഷം മാറി നിർമ്മാണ ദൗത്യത്തിനായി എത്തിയത് എന്നാണ് വിശ്വാസം. മൂർത്തികളെ കണ്ട സ്ഥലത്തിനും ചുറ്റിനുമായാണ് ഇവിടുത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. നീലമാധവം എന്നറിയപ്പെടുന്ന കൃഷ്ണഹൃദയം സാളഗ്രാമരൂപത്തിലാണ് നിലനിൽക്കുന്നതെന്നും ഇത് കോസ്മിക് എനർജിയെ പുറപ്പെടുവിക്കുന്നതായും ഉള്ള വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പവിത്രമായി കണക്കാക്കപ്പെടുന്നവയാണ്. അതേസമയം തന്നെ ഇവയ്ക്കെല്ലാം ശാസ്ത്രീയമായ വിശദീകരണം മുന്നോട്ട് വയ്ക്കുന്ന മറുവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാറ്റ് ഏത് ദിശയിലേക്കാണോ വീശുക അവിടേക്കാണ് സാധാരണ കൊടികൾ പാറുക. പക്ഷേ പുരി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലെ കൊടി കാറ്റിന് എതിർ ദിശയിലേക്ക് ചലിക്കുന്നതായി കാണാനാവും. വലിയൊരു അത്ഭുത കാഴ്ച തന്നെയാണിത്. ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ കർമ്മൽ ഓർട്ടെക്സ് സ്ട്രീറ്റ് പ്രതിഭാസമാണ് ഈ അത്ഭുതത്തിന് പിന്നിലെന്ന് ശാസ്ത്രീയ വിശദീകരണം. ഭീമൻ ഗോപുരത്തിലേക്ക് കടൽക്കാറ്റ് വന്നടിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഒരു ചുഴി സൃഷ്ടിക്കപ്പെടുന്നു. കടൽക്കാറ്റിൻ്റെ സഞ്ചാരം വഴി ഗോപുരത്തിന് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന ചുഴികളാണ് അതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കൊടിയെ കാറ്റിന് വിപരീത ദിശയിലേക്ക് ചലിപ്പിക്കുന്നത്. ഗോപുരത്തിൻ്റെ ഉയർന്നതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ഘടന ഇതിനെ സഹായിക്കുന്നു എന്നാണ് ഈ പ്രതിഭാസത്തിനുള്ള വിശദീകരണം. ക്ഷേത്രത്തിന് മുകളിലായി 1 ടൺ ഭാരമുള്ളതായി കണക്കാക്കപ്പെടുന്ന സുദർശന ചക്രമാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ച. പുരിയിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ ചക്രത്തെ കാണാനാവും. ഇത്ര വലിയൊരു നിർമ്മിതി യന്ത്രങ്ങളുടെ സഹായമില്ലാതിരുന്ന 12-ാം നൂറ്റാണ്ടിൽ എങ്ങനെ മുകളിലേക്ക് എത്തിച്ചു എന്നതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുദർശന ചക്രത്തിന് മുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ കൊടി ദിവസവും മാറ്റണം എന്നതാണ് ഇവിടുത്തെ ചിട്ട. അതിന് സാധിച്ചില്ലെങ്കിൽ 18 വർഷം ക്ഷേത്രം അടച്ചിടേണ്ടതായി വരും. എന്നാൽ പോയ 1800 വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു മുടക്കം ഇതുവരെ സാധിച്ചിട്ടുമില്ല. കൊടി മാറ്റാനായി ചുമതലപ്പെട്ട ആൾ ദിവസവും 214 അടി ഉയരത്തിലേക്കാണ് കയറേണ്ടതായി വരുന്നത്. ഇതെല്ലാം ഈ ക്ഷേത്രത്തിന് മാത്രമുള്ള പ്രത്യേകതകളാകുന്നു. വലിയ ഗോപുരമുള്ള പ്രധാന ക്ഷേത്രത്തിൻ്റെ നിഴലുകൾ ദിവസത്തിൻ്റെ ഒരു സമയത്തും കാണാനാവുന്നില്ല എന്നതാണ് മറ്റൊരു അത്ഭുത കാഴ്ച. ഒരു സമയത്തും ഇതിൻ്റെ നിഴലുകൾ കാണാൻ സാധിക്കുന്നില്ല എന്നത് നിർമ്മാണ വിദ്യയിലെ മികവിനെ എടുത്തു കാട്ടുന്നു. പ്രധാന ഗോപുരത്തിൻ്റെ സവിശേഷമായ വളഞ്ഞ ആകൃതിയിലുള്ള കലിംഗ വാസ്തുവിദ്യ വ്യക്തമായ നിഴലുകളെ സൃഷ്ടിക്കുന്നതിന് തടസ്സമാകുന്നു. വളഞ്ഞ പ്രതലത്തിലേക്ക് വ്യാപിക്കുന്ന സൂര്യപ്രകാശം ക്രമേണ ഒന്നിലധികം ദിശകളിലേക്ക് ചിതറിപ്പോവുകയും അക്കാരണത്താൽ അവ്യക്തമായ നിഴലുകൾ മാത്രം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. സങ്കീർണമായ നിർമ്മാണ ഘടന സൂര്യപ്രകാശത്തെ വിവിധ കോണുകളിലായി വിഭജിക്കുന്നതും വ്യക്തതയില്ലാത്ത നിഴലിന് കാരണമാണ്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഖോണ്ട ലൈറ്റ് കല്ലുകളുടെ മിനുസമുള്ള പ്രതലം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതും നിഴലുകളെ കുറയ്ക്കുന്നതിനുമുള്ള കാരണമാണ്. നിരവധി ഘടകങ്ങൾ അതുല്യമായി സംയോജിപ്പിച്ച ഒരു വാസ്തുവിദ്യാ വൈഭവമാണ് ഇത്തരത്തിലൊരു സവിശേഷതയ്ക്ക് പിന്നിലെ കാരണം. വലിയ 7 മൺകലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് തയ്യാറാക്കുന്ന ഇവിടുത്തെ പ്രസാദം മുഴുവൻ ഭക്തർക്കും ലഭിക്കുന്നു എന്നതും അതിശയകരമായ ഒരു കാര്യമാണ്. കാരണം പ്രതിദിനം 2000 മുതൽ 2 ലക്ഷം വരെ ഭക്തർ എത്തുന്ന ക്ഷേത്രമാണിത്. ഭക്തരുടെ എണ്ണത്തെപ്പറ്റി കൃത്യമായ ഒരു കണക്ക് ലഭ്യമാക്കുക എന്നതും സാധ്യമായ കാര്യമല്ല. പക്ഷേ എല്ലാ ദിവസവും ഒരേ അളവിലാണ് ഇവിടെ പ്രസാദം തയ്യാറാക്കുന്നത്. എങ്കിൽ പോലും എല്ലാവർക്കും ആവശ്യമായ പ്രസാദം നൽകാൻ കഴിയുന്നു. സന്ദർശകർ കുറവ് വന്നാലും പ്രസാദം മിച്ചം വരുന്നില്ല എന്നും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായി പറയുന്നു. 7 വലിയ കലങ്ങളിൽ പാചകം,
ഈ പ്രസാദത്തെ അത്ഭുതമായി വിശ്വാസികൾ കാണുമ്പോൾ ഭക്തരുടെ എണ്ണത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന പ്രസാദത്തിൻ്റെ അളവിലും വലിപ്പത്തിലും വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് എതിർവാദം. ഇതിന് പിന്നിലെ വസ്തുത എന്തായാലും അപാരമായ ഒരു ആസൂത്രണ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു പ്രസാദ വിതരണം സാധ്യമാകൂ. ദൈവത്തിൻ്റെ ഇടപെടൽ വിശ്വാസികൾ എടുത്തു കാട്ടാനും ഇതെല്ലാം കാരണങ്ങളാക്കുന്നു. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന 7 കലങ്ങളിൽ വെച്ചും ആദ്യം പാകമാകുന്നത് ഏറ്റവും മുകളിലുള്ള കലത്തിലെ പ്രസാദമാണ് എന്നും ഏറ്റവും അടിയിലുള്ളത് അവസാനമേ പാകമാകൂ എന്നാണ് കരുതപ്പെടുന്നത്. ഓരോ കലത്തിൻ്റെ മർദ്ദത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ തിളനില അതിൻ്റെ മർദ്ദത്തിൻ്റെ അനുപാതത്തിൽ ആയിരിക്കും എന്നതിനാൽ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഏറ്റവും താഴെയായി വെച്ചിരിക്കുന്ന 7ാമത്തെ കലത്തിനായിരിക്കും അതിന് മുകളിൽ വെച്ചിരിക്കുന്ന 6 കലങ്ങളുടെയും ഭാരം കാരണം ഉണ്ടാകുന്ന മർദ്ദത്തെ അനുഭവിക്കേണ്ടതായി വരുന്നത്. അതിനാൽ തന്നെ 7ാമത്തെ കലത്തിലെ പ്രസാദത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തിളനില മർദ്ദവും കൂടുതലായിരിക്കും. അതേസമയം മുകളിലുള്ള കലങ്ങളിൽ മിക്കതിലും അന്തരീക്ഷ മർദ്ദം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഇതാവട്ടെ 6 കലങ്ങളുടെ ഭാരം ചെലുത്തുന്ന മർദ്ദത്തേക്കാൾ കുറവാണ്. അതിനാൽ തന്നെ മുകളിലുള്ള കലത്തിലെ വെള്ളം തിളയ്ക്കാനായി 100 ഡിഗ്രി സെൽഷ്യസ് താപനില ആവശ്യമായി വരുമ്പോൾ അടിയിലുള്ള മിക്ക കലത്തിലെയും വെള്ളത്തിന് തിളയ്ക്കാനായി 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില ആവശ്യമായി വരുന്നു. ഇക്കാരണത്താൽ പാത്രത്തിലെ താപനില 100 ഡിഗ്രി എത്തുമ്പോൾ ഏറ്റവും മുകളിലുള്ള പാത്രത്തിലെ വെള്ളം ആദ്യം തിളയ്ക്കുകയും അതിനുള്ളിലെ പ്രസാദം ആദ്യം വേവുകയും ചെയ്യുന്നു. താഴെയുള്ള മിക്ക പാത്രങ്ങളിലെയും പ്രസാദം പിന്നീട് വേവുകയും ചെയ്യുന്നു. കടലോര പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിൽക്കുമ്പോൾ കടലിൻ്റെ ഇരമ്പം വ്യക്തമായി കേൾക്കാമെങ്കിലും ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായ സിംഹദ്വാരത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നതോടെ ഈ ശബ്ദം കേൾവി പരിധിയിൽ നിന്നും അകന്നു പോകുന്നു. സഹോദരി സുഭദ്രാദേവിക്ക് കടൽ ശബ്ദത്തെ ഭയമായിരുന്നതിനാൽ ഭഗവാൻ കൃഷ്ണൻ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ആ ശബ്ദത്തെ ഒഴിവാക്കി എന്നതാണ് വിശ്വാസം. ഉയരത്തിലുള്ള കൽഭിത്തിയാൽ നിർമ്മിച്ചിട്ടുള്ള അടഞ്ഞ ഘടന പുറത്തു നിന്നുള്ള ശബ്ദങ്ങളെ കടത്തിവിടുന്നതിനെ തടയുന്നു എന്നാണ് ഇതിനുള്ള ശാസ്ത്രീയ വിശദീകരണം. അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്തെടുക്കുന്ന ഒരു ആധുനിക സ്റ്റുഡിയോയേക്കാൾ മികച്ച രീതിയിൽ ശബ്ദങ്ങളെ കടത്തിവിടാത്ത ഒരു നിർമ്മിതി നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടത്താനായി എന്നത് അക്കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ മികവിനെ സൂചിപ്പിക്കുന്നു. രഹസ്യങ്ങളും നിഗൂഢതകളും പറഞ്ഞു കേൾക്കുന്ന പുരി ക്ഷേത്രത്തിലേക്ക് അഹിന്ദുക്കൾക്കും വിദേശികൾക്കും പ്രവേശനം അനുവദിക്കുന്നില്ല. അതേസമയം ബുദ്ധ, ജൈന, സിഖ് മതക്കാർക്ക് ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ പാർസി ബന്ധത്തിൻ്റെ പേരിൽ പ്രവേശനം തടഞ്ഞിരുന്നു. അതേസമയം തന്നെ ഭഗവാന്റെ പരമഭക്തനായ സലാ ബേഗ ഒരു മുസ്ലിം ആയിരുന്നു എന്നതാണ് കൗതുകകരമായ ഒരു വസ്തുത. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മുഗൾ സൈനികനായിരുന്നു സലാ ബേഗ. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ലാൽ ബേഗൻ മുസ്ലിമും മാതാവ് ഹിന്ദു ബ്രാഹ്മണ സ്ത്രീയും ആയിരുന്നു. വിധവയായ ലളിത എന്ന ബ്രാഹ്മണ സ്ത്രീയെ കണ്ട് അവളിൽ ഇഷ്ടം തോന്നിയ ലാൽ ബേഗൻ അവരെ തട്ടിക്കൊണ്ടു പോവുകയും മതം മാറ്റി വിവാഹം കഴിക്കുകയുമാണ് ഉണ്ടായത്. ഇതിലുണ്ടായ മകനാണ് സലാ ബേഗ. ജീവിത സാഹചര്യത്തിൽ മാറ്റം ഉണ്ടായെങ്കിലും പുരി ജഗന്നാഥനോടുള്ള ലളിതയുടെ ഭക്തിക്ക് മാറ്റം ഉണ്ടായില്ല. ഒരു യുദ്ധത്തിൽ സൈനികനായ പിതാവ് മരിക്കുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായി. മരണവേദന കൊണ്ട് പുളയുന്ന മകനോട് ജഗന്നാഥന് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥന നടത്താൻ അമ്മ ആവശ്യപ്പെട്ടു. ആരോഗ്യത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചതോടെ സലാബേഗയിൽ ജഗന്നാഥനോടുള്ള ഭക്തി ആഴത്തിലുള്ളതായി. ജഗന്നാഥനോടുള്ള വർദ്ധിച്ചു വരുന്ന ഭക്തി കാരണം മതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ പുരിയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ച അദ്ദേഹത്തിന് മതപരമായ കാരണങ്ങളാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിച്ചില്ല. തുടർന്ന് എല്ലാ വർഷവും രഥയാത്രയ്ക്കെത്തുമ്പോൾ ഭഗവാനെ ദർശിക്കാൻ എന്ന ലക്ഷ്യത്തോടെ ക്ഷേത്രത്തിന് സമീപത്തായി അദ്ദേഹം ഒരു കുടിൽ കെട്ടി. രഥയാത്ര കഴിയുന്നതോടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലും ശ്രദ്ധ വെച്ചു. ഇത്തരത്തിൽ വർഷങ്ങളോളം രഥയാത്രയ്ക്ക് എത്തുന്ന സമയത്ത് പുരി ജഗന്നാഥനെ അദ്ദേഹം ദർശിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വൃന്ദാവനത്തിലേക്ക് പോയ അദ്ദേഹം രഥയാത്രാകാലമായപ്പോൾ പുരിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. യാത്രയ്ക്കിടെ രോഗബാധിതനായതോടെ വർഷങ്ങളായി ലഭിക്കുന്ന ദർശനം മുടങ്ങുമെന്ന ആശങ്കയിൽ ബേഗ സഹായത്തിനായി ജഗന്നാഥനോടായി പ്രാർത്ഥിച്ചു. കൃത്യസമയത്ത് പുരിയിലെത്താൻ കഴിയാതെ പോയ ഭക്തന് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുന്ന ഒരു സംഭവം ഇതോടെ ഉണ്ടായി. ജഗന്നാഥന്റെ രഥം സലാബേഗയുടെ കുടിലിനടുത്തെത്തിയപ്പോൾ
മുന്നോട്ട് നീങ്ങാതെ നിന്നു. ജനക്കൂട്ടവും ആനകളും വരെ ശ്രമിച്ചിട്ടും 7 ദിവസം വരെ രഥത്തിന്റെ ചക്രങ്ങൾ അനങ്ങാതെ നിന്നു. ഭക്തനെത്താതെ രഥം അനങ്ങില്ലെന്ന സ്വപ്ന ദർശനം പ്രധാന പൂജാരിക്ക് ലഭിച്ചതോടെ പൂജകളും ചടങ്ങുമെല്ലാം രഥത്തിൽ വെച്ച് തന്നെ നടത്തപ്പെട്ടു. ഒടുവിൽ സലാബേഗ എത്തി. ആരും അദ്ദേഹത്തെ തടഞ്ഞതുമില്ല. ഭക്തന്റെ ആദരവ് ലഭിച്ചതോടെ രഥം ചലിക്കാൻ തുടങ്ങി. തുടർന്ന് നരസിംഹ രാജാവ് സലാബേഗയെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് ഉത്തരവിട്ടു. പക്ഷേ പുരോഹിതന്മാർ വിസമ്മതിച്ചു. സലാബേഗ ആകട്ടെ അവശേഷിച്ച ജീവിതകാലം പുരിയിൽ തന്നെ തുടർന്നു. ജഗന്നാഥൻ, രാധാകൃഷ്ണൻ, ശിവൻ, മാ മംഗള കുറിച്ച് എഴുതിയ 150ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിലെ ഭക്തിയുടെ തെളിവായി നിലനിൽക്കുന്നു. ഇതിൽ അഹേ നീല ശൈല ആണ് ഏറ്റവും പ്രശസ്തമായത്. ഭഗവാനോടുള്ള ഭക്തി തുളുമ്പുന്ന വരികളായിരുന്നു അത്. ക്ഷേത്രത്തിനുള്ളിൽ ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലാത്ത അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെയും ചുറ്റമ്പലത്തെപ്പറ്റിയും രചിച്ച കീർത്തനങ്ങൾ ഒഡിയ ഭക്തിഗാനങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നവയാണ്. പുരി ക്ഷേത്രത്തിലെ പ്രഭാത പ്രാർത്ഥനകളിൽ ഈ ഭക്തന്റെ കീർത്തനങ്ങൾ ആലപിച്ചും വരുന്നു. ജഗന്നാഥനോടുള്ള അകമഴിഞ്ഞ ഭക്തി അതായിരുന്നു സലാബേഗയുടെ ജീവിതം. ചാറ്റ മഠത്തിനടുത്തുള്ള ബദദണ്ഡയിലാണ് സലാബേഗയുടെ സമാധി സ്ഥിതി ചെയ്യുന്നത്. ഇന്നും എല്ലാ വർഷവും രഥയാത്രയ്ക്കിടെ ജഗന്നാഥന്റെ രഥം ഈ സമാധിക്ക് മുന്നിൽ നിർത്തുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ ഒരു ആഘോഷമാണ് രഥയാത്ര. ആഷാഢമാസത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങിലേക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളാണ് എത്തുക. പ്രപഞ്ചത്തിലൂടെ ഭഗവാൻ നടത്തുന്ന യാത്രയായും ഇതിനെ കരുതുന്നു. ചടങ്ങിന് ശേഷം ഈ രഥങ്ങളെ കത്തിച്ചു കളയുക എന്നതാണ് രീതി. പൗരാണിക കാലത്ത് 18 തവണയാണ് ഈ ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായത്. അളവറ്റ മൂല്യമുള്ള രത്നങ്ങളും സ്വർണവുമെല്ലാമാണ് ഇവിടെ ഉള്ളത്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 3 ലക്ഷം കോടിയുടെ സ്വത്ത് ക്ഷേത്രത്തിനുണ്ട്. 250 മുതൽ 500 കോടി വരുന്നതാണ് പ്രതിവർഷ വരുമാനം. 60,000-ത്തിലധികം ഏക്കർ സ്ഥലം ഒഡീഷയിലും മറ്റു സംസ്ഥാനങ്ങളിലായി 395 ഏക്കറും ഈ ക്ഷേത്രത്തിന്റെ ആസ്തികളിൽ പെടുന്നു. ഒഡീഷ രാജാവായിരുന്ന അനംഗ ഭീമദേവ് ഭഗവാന് ആഭരണങ്ങൾ നിർമ്മിക്കാനായി നൽകിയ 250 കിലോയോളം സ്വർണവും ഇവിടത്തെ നിലവറയിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങളനുസരിച്ച് നിലവറയിൽ 180 തരം ആഭരണങ്ങൾ ഉള്ളതിൽ ചിലതിന് 12 കിലോയിൽ കൂടുതൽ ഭാരം വരുന്നവയാണ്. സ്വർണം, വജ്രം, പവിഴങ്ങൾ, മുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകളും 140-ലധികം വെള്ളി ആഭരണങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇവിടുത്തെ വിശാലമായ നിലവറയെ രത്നഭണ്ഡാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് പുറത്തെ ഭണ്ഡാരം, അകത്തെ ഭണ്ഡാരം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അമൂല്യ നിധികളുടെ വലിയ ശേഖരം അകത്തെ നിലവറയിലാണ് സൂക്ഷിക്കുക. 1978 നടത്തിയ കണക്കെടുപ്പ് പ്രകാരം ക്ഷേത്രത്തിന്റെ രത്നഭണ്ഡാരം എന്നറിയപ്പെടുന്ന നിലവറയിൽ 128.38 കിലോ സ്വർണവും 221.53 കിലോ വെള്ളി, വിലപിടിപ്പുള്ള രത്നങ്ങൾ എന്നിവ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും പുരി ക്ഷേത്രത്തിന്റെ അളവറ്റ സമ്പത്തിനെപ്പറ്റി ഇപ്പോഴും കൃത്യമായ ഒരു വിവരവും ലഭ്യമല്ല എന്നതാണ് വാസ്തവം. വാർഷിക രഥയാത്രയുടെ ഭാഗമായി രത്നഭണ്ഡാരത്തിന്റെ പുറത്തെ അറ തുറക്കാറുണ്ടെങ്കിലും അകത്തെ അറ 1978 ശേഷം വർഷങ്ങളോളം തുറക്കുകയുണ്ടായില്ല. ഇത് നിരവധി അഭ്യൂഹങ്ങൾക്കും പ്രചാരണങ്ങൾക്കും കാരണമായി. അകത്തെ നിലവറയുടെ ഒറിജിനൽ താക്കോലുകൾ കാണാതായി എന്ന വിവരം 2018 പുറത്തു വന്നതോടെ നിധിയെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും വിവാദങ്ങളും ഉണ്ടായി. തുടർന്ന് 2024 ജൂലൈയിൽ രത്നഭണ്ഡാരത്തിൻ്റെ അകത്തെ അറ തുറക്കുകയുണ്ടായി. 46 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. നിലവറയിൽ പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്, കൊള്ളക്കാരിൽ നിന്നും അമൂല്യനിധികളെ സൂക്ഷിക്കാനായി ഇവിടുത്തെ നിലവറയിൽ ഒരു രഹസ്യ അറയുണ്ട് തുടങ്ങിയ പ്രചാരണങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ വിശദമായ പരിശോധനകളിൽ അത്തരത്തിലൊന്നും കണ്ടെത്താനും ആയതുമില്ല. അത്ഭുതപ്പെടുത്തുന്ന നിരവധി പ്രത്യേകതകളുള്ള പുരി ജഗന്നാഥ ക്ഷേത്രം അതിൻ്റെ നിർമ്മാണ മികവിനാൽ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കിടയിലും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വൈഭവം അംഗീകരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. എത്രത്തോളം പ്രൗഢമായിരുന്നു നമ്മുടെ നിർമ്മാണ പാരമ്പര്യം എന്ന വസ്തുതയാണ് ഇത്തരം അത്ഭുത സൃഷ്ടികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.